PSC എഡ്യൂടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക, റൈബോസോം എന്നീ കോശാംഗങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക കോശദ്രവ്യത്തിൽ വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന പ്രോട്ടീൻ തന്തുക്കളുടെ ജാലികാ സമൂഹമാണ് അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കോശദ്രവ്യത്തിൽ വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന പ്രോട്ടീൻ തന്തുക്കളുടെ ജാലിക സമൂഹമാണ് അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഞാനിവിടെ റഫായിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ന്യൂക്ലിയസ് ആണ്. ഇത് ന്യൂക്ലിയസിന്റെ സ്തരം, അതായത് മർമ്മസ്തരം. മർമ്മസ്തരത്തിൽ നിന്നും ഉത്ഭവിച്ച് ഏകദേശം കോശഭിത്തിയോളം വ്യാപിച്ചു കിടക്കുന്ന പ്രോട്ടീൻ തന്തുക്കളുടെ ഒരു ജാലികാ സമൂഹത്തെയാണ് ശരിക്കും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ അഥവാ മർമ്മസ്തരം മുതൽ കോശഭിത്തി വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രോട്ടീൻ തന്തുക്കളുടെ ജാലികാ സമൂഹമാണ് അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കണ്ടെത്തിയത് കെയ്ത്ത് പോർട്ടർ. സാധാരണയായിട്ട് പോർട്ടർ എന്നാണ് പറയാറ്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ സാധാരണ പോർട്ടർ എന്ന് പറയും. പക്ഷെ മുഴുവൻ പേര് കെയ്ത്ത് പോർട്ടർ. അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കണ്ടെത്തിയത് കെയ്ത്ത് പോർട്ടർ. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കണ്ടെത്തിയത് ആരാണ്? കെയ്ത്ത് പോർട്ടർ. പോർട്ടർ എന്ന് ഓർത്തിരുന്നാലും മതി. വർഷം 1953. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക കണ്ടെത്തിയത് ആരാണ്? കെയ്ത്ത് പോർട്ടർ. വർഷം 1953. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത ഏതാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നതും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക തന്നെയാണ്. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നതും അന്തർദ്രവ്യ ജാലിക തന്നെയാണ്. പദാർത്ഥ സംവഹനം നടത്തുക എന്നതാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയുടെ ധർമ്മം. എന്താണ്? പദാർത്ഥ സംവഹനം നടത്തുക. പദാർത്ഥ സംവഹനം നടത്തുന്ന കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. പദാർത്ഥ സംവഹനം നടത്തുന്ന കോശാംഗം ഏതാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഒരിക്കൽ കൂടെ നോക്കാം. കോശദ്രവ്യത്തിൽ വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന പ്രോട്ടീൻ തന്തുക്കളുടെ ജാലികാ സമൂഹമാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കോശദ്രവ്യത്തിൽ വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന പ്രോട്ടീൻ തന്തുക്കളുടെ ജാലികാ സമൂഹമാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. മർമ്മസ്തരം മുതൽ കോശഭിത്തിയോളം വ്യാപിച്ചു കിടക്കുന്നു. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കണ്ടെത്തിയത് പോർട്ടർ അഥവാ കെയ്ത്ത് പോർട്ടർ. വർഷം ഏതാണ്? 1953. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക കണ്ടെത്തിയത് ആരാണ്? കെയ്ത്ത് പോർട്ടർ. കെയ്ത്ത് പോർട്ടർ. വർഷം ഏതാണ്? 1953. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. പദാർത്ഥ സംവഹനം നടത്തുന്ന കോശാംഗം ഏതാണെന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം തന്നെയാണ്. പദാർത്ഥ സംവഹനം നടത്തുന്ന കോശാംഗം ഏതാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം തന്നെയാണ്. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നു. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നു. പദാർത്ഥ സംവഹനം നടത്തുന്നു. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നു. റൈബോസോമിന്റെ സാന്നിധ്യം, റൈബോസോമിന്റെ അസാന്നിധ്യം, ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തെ രണ്ടായി തിരിക്കുന്നു. റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. റൈബോസോമിന്റെ സാന്നിധ്യം, അസാന്നിധ്യം എന്നതിന്റെ അടിസ്ഥാനത്തിൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലികയെ രണ്ടായി തിരിക്കുന്നു. ഏതൊക്കെയാണ്? റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ പരിവരുത്ത അന്തർദ്രവ്യ ജാലിക,
സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അഥവാ മിനുസമുള്ള അന്തർദ്രവ്യ ജാലിക. റൈബോസോം ഉണ്ട് എങ്കിൽ അത്തരം അന്തർദ്രവ്യ ജാലികയെ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുന്നു. റൈബോസോം ഇല്ലാത്ത എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അപ്പോൾ റൈബോസോം എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ ഉണ്ടെങ്കിൽ അതെന്തോന്നാണ്? റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ റൈബോസോം ഇല്ല എങ്കിൽ അതെന്താണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. നമ്മുടെ പിക്ചറിലേക്ക് നോക്കാം. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്, ഈ സ്പോട്ട് പോലെ കാണിച്ചിരിക്കുന്നത് എന്താണ്? റൈബോസോം ആണ്. അപ്പൊ ഈ കാണുന്നത് എന്താണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക. ഈ രണ്ട് വശത്തും റൈബോസോം ഉണ്ട്, പക്ഷെ ഞാനത് ഒരു വശത്ത് മാത്രമേ വരച്ചിട്ടുള്ളൂ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഈ സ്പോട്ട് പോലെ കാണപ്പെടുന്നതാണ് റൈബോസോം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ ഈ റൈബോസോം കാണപ്പെടുന്നുണ്ട് എങ്കിൽ അതിന് നമ്മൾ എന്തോ പറയും? റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുന്നു. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ റൈബോസോം ഉണ്ട് എങ്കിൽ അതെന്തോ ആണ്? റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഇനി ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഭാഗത്ത് ഈ സ്പോട്ട് പോലുള്ള സ്ട്രക്ചർ ഇല്ല, അതായത് റൈബോസോം ഇല്ല. റൈബോസോം ഇല്ല എങ്കിൽ അത്തരം എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ എന്ത് പറയും? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയും. ഇവിടെ നോക്കുക, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഇതിൽ റൈബോസോം കാണപ്പെടുന്നു. റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ റൈബോസോം കാണപ്പെടുന്നു. എന്താണ് ധർമ്മം? പ്രോട്ടീൻ സിന്തസിസ് അഥവാ മാംസ്യ സംശ്ലേഷണം നടത്തുക എന്നുള്ളതാണ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ ഫംഗ്ഷൻ. റൈബോസോമിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുക എന്നുള്ളതാണ്, മാംസ്യ സംശ്ലേഷണം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ റൈബോസോം ഉള്ളത് കൊണ്ട് അതിന്റെ ധർമ്മം എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ മാംസ്യ സംശ്ലേഷണം നടത്തുക എന്നുള്ളതാണ്. റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ റൈബോസോം ഉള്ളത് കൊണ്ട് മാംസ്യ സംശ്ലേഷണം നടത്തുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം? റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ ധർമ്മം. ഇനി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ റൈബോസോം കാണപ്പെടുന്നില്ല. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ എന്തില്ല? റൈബോസോം ഇല്ല. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ ധർമ്മം എന്താണ്? കൊഴുപ്പുകളുടെ സംശ്ലേഷണം, കൊഴുപ്പുകളുടെ നിർമ്മാണമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ ധർമ്മം. അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ മാംസ്യ സംശ്ലേഷണം നടത്തുക എന്നുള്ളതാണ് ധർമ്മം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആണെങ്കിൽ കൊഴുപ്പുകളുടെ സംശ്ലേഷണം നടത്തുക എന്നുള്ളതാണ് ധർമ്മം. പ്ലാസ്മ സ്തരത്തിന്റെ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏത് തന്നെയാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക. പ്ലാസ്മ സ്തരം എന്ന് പറയുമ്പോൾ കോശഭിത്തി. പ്ലാസ്മ സ്തരത്തിന്റെ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏതാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക. പ്ലാസ്മ സ്തരത്തിന്റെ നിർമ്മാണവുമായി അല്ലെങ്കിൽ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏതാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക. കരൾ കോശങ്ങളിൽ വിഷവസ്തുക്കളെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് ആരുടെ ധർമ്മമാണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ ധർമ്മമാണ്. കരൾ കോശങ്ങളിൽ വിഷവസ്തുക്കളെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ ഫംഗ്ഷൻ. മിനുസമുള്ള അന്തർദ്രവ്യ ജാലികയുടെ ഫംഗ്ഷൻ എന്താണ്? കരൾ കോശങ്ങളിലെ വിഷവസ്തുക്കളെ നിർമ്മാർജ്ജനം ചെയ്യുക. പേശികൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് കാൽഷ്യം അയോണുകളെ പ്രദാനം ചെയ്യുന്നത് ആരാണ്? സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. പേശികൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് കാൽഷ്യം അയോണുകളെ പ്രദാനം ചെയ്യുന്നത് ആരാണ്? സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. ആരാണ്? സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. ഒരിക്കൽ കൂടെ നോക്കാം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തെ റൈബോസോമിന്റെ സാന്നിധ്യം അസാന്നിധ്യം എന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കുന്നു. റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ റൈബോസോം കാണപ്പെടുന്നു. റൈബോസോം ഉണ്ട് എങ്കിൽ അതെന്താണ്? റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. നോക്കിയാൽ അറിയാം, റൈബോസോം ഉണ്ടല്ലോ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ, അത് പരിപരുത്ത് തന്നെ കാണപ്പെടും. അപ്പൊ അത് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആണ്. ഇനി ഇവിടെ നോക്കി, ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ എന്തില്ല? റൈബോസോം ഇല്ല, അത് സ്മൂത്ത് ആണ്. അതുകൊണ്ട് അത് മിനുസമുള്ള അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം റൈബോസോം കാണപ്പെടുന്നില്ല. റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ധർമ്മം എന്താണ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് അഥവാ മാംസ്യ സംശ്ലേഷണം നടത്തുക എന്നുള്ളത്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ധർമ്മം എന്താണ്? കൊഴുപ്പുകളുടെ സംശ്ലേഷണം. പ്ലാസ്മ സ്തരത്തിന്റെ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോശാംഗം എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക. പ്ലാസ്മ സ്തരത്തിന്റെ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏതാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കരൾ കോശങ്ങളിലെ വിഷവസ്തുക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന കോശാംഗം ഏതാണ്?
സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കരൾ കോശങ്ങളിലെ വിഷവസ്തുക്കളെ നിർമ്മാർജ്ജനം ചെയ്യാൻ സഹായിക്കുന്ന കോശാംഗമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഏതാണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. പേശികൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് കാൽഷ്യം അയോണുകളെ പ്രദാനം ചെയ്യുന്നത് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. പേശികൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് കാൽഷ്യം അയോണുകളെ പ്രദാനം ചെയ്യുന്നത് ആരാണ്? സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. പേശികൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് കാൽഷ്യം അയോണുകളെ പ്രദാനം ചെയ്യുന്നത് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. റൈബോസോം റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന കോശാംഗമാണ് റൈബോസോം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ റൈബോസോം ഉണ്ട് എങ്കിൽ അതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ റൈബോസോം കാണപ്പെടുന്നു. അതുപോലെ തന്നെ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായും റൈബോസോം കാണപ്പെടുന്നു. റൈബോസോം കണ്ടെത്തിയത് ജോർജ് പലേഡ്. റൈബോസോം കണ്ടെത്തിയത് ആരാണ്? ജോർജ് പലേഡ്. വർഷം 1953. റൈബോസോം കണ്ടെത്തിയത് ആരാണ്? ജോർജ് പലേഡ്. റൈബോസോം കണ്ടെത്തിയത് ജോർജ് പലേഡ്. വർഷം 1953. പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന കോശാംഗമാണ് റൈബോസോം. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന കോശാംഗമാണ് റൈബോസോം. അതുകൊണ്ട് തന്നെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നതും റൈബോസോമിനെയാണ്. പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന കോശാംഗം. അപ്പൊ റൈബോസോമിന്റെ ധർമ്മം എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ മാംസ്യ സംശ്ലേഷണം നടത്തുക എന്നുള്ളതാണ് റൈബോസോമിന്റെ ധർമ്മം. മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്ന സെൽ ഓർഗനല്ലേ അല്ലെങ്കിൽ കോശാംഗമാണ് റൈബോസോം. മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? റൈബോസോം. റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തില് റൈബോസോം ഉള്ളത് കൊണ്ടാണ് മാംസ്യ സംശ്ലേഷണം നടത്താനുള്ള കഴിവുള്ളത്. പക്ഷെ ഇവിടെ റൈബോസോമിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മാംസ്യ സംശ്ലേഷണം അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് തന്നെയാണ്. റൈബോസോമിന് സ്തര ആവരണം കാണപ്പെടുന്നു. റൈബോസോമിന് ഒരു ആവരണം കാണപ്പെടുന്നു. സ്തരത്താൽ ചുറ്റപ്പെട്ട ഒരു സെൽ ഓർഗനല്ലേ അല്ലെങ്കിൽ കോശാംഗമാണ് റൈബോസോം. RNA-യുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് റൈബോസോമിന് ആ പേര് ലഭിച്ചത്. RNA-യുടെ ഫുൾ ഫോം എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA-യുടെ ഫുൾ ഫോം റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA-യുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് റൈബോസോമിന് ആ പേര് ലഭിച്ചത്. RNA-യുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് റൈബോസോമിന് റൈബോസോം എന്ന പേര് ലഭിച്ചത്. യൂക്കാരിയോട്ടിക് റൈബോസോമിൽ കാണപ്പെടുന്ന RNA ATS ടൈപ്പാണ്. യൂക്കാരിയോട്ടിക് എന്താണ്, പ്രോകാരിയോട്ടിക് എന്താണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അത് മറ്റൊരു വീഡിയോയിൽ യൂക്കാരിയോട്ടിക് കോശം, പ്രോകാരിയോട്ടിക് കോശം എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ കാണപ്പെടുന്ന റൈബോസോം എങ്ങനെയുള്ളതാണ്? ATS ടൈപ്പാണ്. എസ് എന്ന് പറഞ്ഞാൽ സ്വെഡ്ബർഗ് യൂണിറ്റ്. അതിനെക്കുറിച്ചും ഞാനിവിടെ കൂടുതലായിട്ട് പറയുന്നില്ല. ATS ടൈപ്പ് റൈബോസോമാണ് യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ കാണപ്പെടുന്നത്. എന്നാൽ പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ കാണപ്പെടുന്ന റൈബോസോം 70S ടൈപ്പാണ്. പാറിപ്പോകരുത്. യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ കാണപ്പെടുന്ന റൈബോസോം എങ്ങനെയുള്ളതാണ്? ATS ടൈപ്പാണ്. എന്നാൽ പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ കാണപ്പെടുന്ന റൈബോസോം 70S ടൈപ്പാണ്. ഒരിക്കൽ കൂടെ നോക്കാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന കോശാംഗമാണ് റൈബോസോം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുകയോ ചെയ്യുന്ന കോശാംഗമാണ് റൈബോസോം. റൈബോസോം കണ്ടെത്തിയത് ആരാണ്? ജോർജ് പലേഡ്. റൈബോസോം കണ്ടെത്തിയത് ജോർജ് പലേഡ്. വർഷം 1953. പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന കോശാംഗമാണ് റൈബോസോം. അതുകൊണ്ട് തന്നെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നു. പ്രോട്ടീൻ സംശ്ലേഷണം അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന കോശാംഗമായതുകൊണ്ട് റൈബോസോമിന് ഏത് പേരിൽ അറിയപ്പെടുന്നു? മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നു. ഇവയ്ക്ക് സ്തര ആവരണം കാണപ്പെടുന്നു. സ്തരത്താൽ ചുറ്റപ്പെട്ട കോശാംഗമാണ് റൈബോസോം. RNA-യുടെ സാന്നിധ്യം, റൈബോ ന്യൂക്ലിക് ആസിഡിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് റൈബോസോമിന് ആ പേര് ലഭിച്ചത്. RNA-യുടെ സാന്നിധ്യം കൊണ്ടാണ് റൈബോസോമിന് ആ പേര് ലഭിക്കാൻ കാരണമായത്. യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ കാണപ്പെടുന്ന റൈബോസോം ATS ടൈപ്പും പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ കാണപ്പെടുന്ന റൈബോസോം 70S ടൈപ്പുമാണ്.
യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ കാണപ്പെടുന്ന റൈബോസോം 80S ടൈപ്പും പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ കാണപ്പെടുന്ന റൈബോസോം 70S ടൈപ്പുമാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കോശാംഗവുമായി വീണ്ടും കാണാം.